Okay. ഇപ്പൊ 10 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരെങ്കിലും വരുമോ? കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണോ? എന്തായാലും ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ട്? ഓക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ ലെഫ്റ്റ് വാസ് ഇൻ പി എൻ ജംഗ്ഷൻ, അവിടുന്ന് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പി എൻ ജംഗ്ഷന്റെ ബാൻഡ് സ്ട്രക്ചറും അതേപോലെ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സോളാർ സെൽ ആൻഡ് ഓൾസോ വിൽ ടോക്ക് അബൌട്ട് സം ലോസസ് വിച്ച് വിൽ ബി ഹാപ്പനിങ് ഇൻ എ സോളാർ പി എൻ ജംഗ്ഷൻ ബേസ്ഡ് ഓർ ഇൻ എ സോളാർ സെൽ. അതായിരിക്കുള്ളൂ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? Okay, fine. So yesterday what we were discussing is about silicon-based solar cells. Basically, we were talking about what is PN junction and how to make an N-type silicon wafer from a pure silicon crystal lattice. And also we have discussed about how to make P-type silicon or a semiconductor from a bare silicon crystal. Sorry, somebody was, I think, okay, fine. Okay, അപ്പോൾ എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ദ ഇന്റർഫേസ് വിൽ ലുക്ക് ലൈക്ക് വെൻ വി ജോയിൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. So I have already discussed what will be the difference for an N-type semiconductor and a P-type semiconductor compared to a bare silicon crystal lattice. So for an N-type semiconductor, the number of electrons will be more, and for a P-type semiconductor, the number of holes will be more. But if we are joining these two types of semiconductor at the interface, what will happen? The electrons from the N-type region will move to the P-type region and combine with the hole which is over there. So there will be a local electric field which is generated, and this region is known as charge depletion region. ഓക്കെ, അവിടെ ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഈ ഇലക്ട്രോൺസ് ഹോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ചാർജ് ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കുള്ളൂ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ടുഡേ what we are going to discuss first is the band structure of a PN junction. അപ്പോൾ ബാൻഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു സെമി കണ്ടക്ടറിൽ അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇഫ് യു ആർ ക്ലാസിഫൈങ് ദം ആസ്
conductors, semiconductors, and insulators, we all know how the band structure will look like. Okay, so they will have a conduction band, they will have a valence band. അപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിലെ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഫിൽഡ് ആയിട്ടുള്ള എനർജി ലെവൽസിനെ നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എബവ് ദ വാലൻസ് ബാൻഡ് ദ എനർജി ലെവൽസ് വിച്ച് ആർ അൺഒക്യുപ്പൈഡ്, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എൻ ഇൻസുലേറ്റർ. ബട്ട് ഫോർ മെറ്റൽസ് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആയിരിക്കുള്ളൂ. ബട്ട് ഫോർ എ സെമി കണ്ടക്ടർ ദർ വിൽ ബി എ minimum gap between the valence band and conduction band. But for an insulator ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, so right now what we are interested in looking at what is the band structure for a pn junction. Okay, so ഇതൊരു പി ടൈപ്പ് സെമി. അപ്പോൾ ഈ ബ്ലൂ ലൈൻ കാണുന്നത് വാലൻസ് ബാൻഡ് ആണ്, അതേപോലെ ഈ ഗ്രീൻ ലൈൻ കാണുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇനി അതിന്റെ എല്ലാം എനർജി നമുക്കൊരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണല്ലോ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പയർഡ് ടു വാക്യൂം ലെവൽ, ഈ ബ്ലാക്ക് ആണ് വാക്യൂം ലെവൽ എന്ന് പറയുന്നത്. കമ്പയർഡ് ടു വാക്യൂം ലെവൽ കണ്ടക്ഷൻ ബാൻഡ് ഇവിടെയാണ്, അതേപോലെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈൻ ആണ്. ആൻഡ് വാട്ട് ഈസ് ഫെർമി എനർജി ലെവൽ? ഈ എഫ് എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവൽ ആണ്. ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ ഉണ്ടാകും ഓരോ മെറ്റൽസിനും. ദർ വിൽ ബി എ പർട്ടിക്കുലർ എനർജി ലെവൽ അപ് ടു വിച്ച് ദ ഇലക്ട്രോൺസ് വിൽ ബി ഫിൽഡ് അറ്റ് 0 കെൽവിൻ. ഒരു 0 കെൽവിൻ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ആ എനർജി ലെവൽ, ഈ ഇ എഫ് വരെയുള്ള എനർജി ലെവൽ വരെ ആയിരിക്കുള്ളൂ അവിടുത്തെ ഇലക്ട്രോൺസ് ഫിൽഡ് ആയിട്ടുണ്ടാവുക. അതിന് എബവ് ആയിട്ടുള്ള ലെവൽസ് എല്ലാം തന്നെ അൺഫിൽഡ് ആയിരിക്കും, ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവില്ല. ആൻഡ് ബിലോ അതിലെ എല്ലാ എനർജി ലെവൽസും ഫിൽഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ 0 കെൽവിനിൽ ഓക്കെ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്ത് പറയണം. അതാണ് നമ്മളുടെ ഫെർമി ലെവൽ ഓഫ് എനി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗോൾഡ് എടുക്കുകയാണെങ്കിൽ, പ്ലാറ്റിനം എടുക്കുകയാണെങ്കിൽ, സിൽവർ എടുക്കുകയാണെങ്കിൽ ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. ഓക്കെ, പക്ഷെ ഒരു റൂം ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ആ ഫെർമി ലെവലിൽ നിന്ന് കുറച്ച് അബവ് ഫെർമി ലെവലും നമുക്ക് ഇലക്ട്രോൺസ് ഫീൽഡ് ആയിട്ട് കാണാൻ പറ്റും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ വി ആർ ഗിവിങ് എനർജി ടു ദ സിസ്റ്റം. അപ്പോൾ ആ ഇലക്ട്രോൺസിന് അബവ് ഫെർമി ലെവൽ ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള എനർജി ഉണ്ട്. ബട്ട് അറ്റ് 0 കെൽവിൻ ഈ ഫെർമി ലെവൽ വരെ ആയിരിക്കുള്ളൂ ഓരോ മെറ്റലിന്റെയും ഇലക്ട്രോൺസ് ഫീൽഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ we have a valence band which is blue color, and then there is a conduction band. Fermi level will be close to the valence band for a p-type semiconductor, while for an n-type semiconductor this Fermi level will be close to the conduction band. Okay, അപ്പോൾ ഇതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെയും എൻ ടൈപ്പ് ആയിട്ടുള്ള സെമി കണ്ടക്ടറിന്റെയും ഒരു ബാൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു എനർജി ഡയഗ്രാം എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ബട്ട് വെൻ വി ആർ കമ്പൈനിങ് ദം ടു ഫോം എ പി എൻ ജംഗ്ഷൻ, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ അതായത് ഇലക്ട്രോൺസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു ഡെപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു. ദെൻ ദർ വോണ്ട് ബി എനി മൂവ്മെന്റ് ഓഫ് ചാർജ്. ആ ഇലക്ട്രോൺസിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? സെയിം ആയിരിക്കുള്ളൂ. ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കുള്ളൂ. കാരണം if once the depletion region is formed, then there won't be any movement of charges from n region to p region or p region to n region. So movement of ചാർജ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് എനർജിയാണ്. വെൻ ദർ ഇസ് എൻ എനർജി ഡിഫറൻസ് ദ ചാർജസ് വിൽ ഫ്ലോ ഫ്രം ഹൈ എനർജി ടു ലോ എനർജി ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ if there is an energy difference, then we can say there is a movement of charge. But when you form a pn junction, Fermi level എന്ന് പറയുന്നത് it will be same for p type region and n type region. I think somebody is trying to join. Let me see. Okay. Okay, fine. Okay,
സോ ഇതാണ് നമ്മളുടെ ബാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്രം പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിന്ന് പി എൻ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ആ ഡിപ്ലീഷൻ റീജിയനിൽ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡ് ബെൻഡിങ് ആയിരിക്കുള്ളൂ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻസ് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. എൻ എ എന്ന് പറയുന്നത് അതിൻ്റെ സോറി സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത്, സോറി. അപ്പോൾ നമുക്ക് as I said in the last slide, there will be a built-in potential in the depletion region. കാരണം ഈ ഒരു റീജിയൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ പാർഷ്യൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് കാണാൻ പറ്റും N type region, and there will be a partial negative charge over here. So there will be an electric field, local electric field, which is generated in the depletion region. അങ്ങനെയാണെങ്കിൽ ആ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് വി നോ ദ amount of acceptor and amount of donor that we are using. ഇവിടുത്തെ acceptor and donor എന്തുവാണ്? acceptor എന്ന് പറഞ്ഞാൽ we have already discussed how to make n type and p type semiconductor. So n type semiconductor ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ we have to dope the silicon with phosphorus. ഒരു അടുത്ത ഗ്രൂപ്പിലുള്ള ഒരു ആറ്റമായിട്ട് ഡോപ്പ് ചെയ്യണം നമുക്ക് ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസ് ഡോപ്പ് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കൂടുന്നു. അപ്പോൾ അത് ഡോണർ ആണ്. ഫോസ്ഫറസ് ഇവിടെ ഡോണർ ആയിരിക്കും. അതേപോലെ ഇൻ ദ കേസ് ഓഫ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ, ബോറോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അക്സെപ്റ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കോൺസെൻട്രേഷനിലാണ് ഈ ഡോണറും അക്സെപ്റ്ററും ഉള്ളത് അതിനനുസരിച്ചായിരിക്കുള്ളൂ ദ നമ്പർ ഓഫ് ഫ്രീ charge carriers നമ്മളുടെ സെമി കണ്ടക്ടറിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇഫ് യു നോ ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് acceptor density and donor density, then basically we can calculate the electric field or the built-in potential which is generating when you are forming a PN junction from the p type and n type semiconductor. സോ അതിനുള്ളൊരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ എൻ എ എന്താണെന്ന് ഞാൻ പറഞ്ഞു, എൻ ഡി എന്താണെന്ന് പറഞ്ഞു, ബിക്കോസ് says the amount of acceptor and donor with which we are doping the semiconductor. ഇനി എൻ ഐ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സിലിക്കൺ ആണ് നമ്മൾ എടുക്കുന്നത്, അതിലുള്ള ചാർജ് കാരിയറിന്റെ ഡെൻസിറ്റി, അതാണ് നമ്മളുടെ ഇൻട്രിൻസിക് ചാർജ് കാരിയർ ഡെൻസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആണ് എൻ ഐ എന്ന് പറയുന്നത്. സോ ഇഫ് യു നോ ഓൾ ദീസ് പാരാമീറ്റേഴ്സ്, then basically we can calculate the potential which is generated over the depletion region. അതേപോലെ we can also calculate what is the width of that depletion region. ആ depletion regionന്റെ width എന്താണെന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ എപ്സിലോൺ എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമിറ്റിവ് ഓഫ് ദ സെമി കണ്ടക്ടർ വിച്ച് വി ആർ യൂസിങ്. എൻ എ എൻ ഡി എന്താണെന്ന് നമുക്ക് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, ആൻഡ് ബി ബി ഐ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ അത് നമ്മൾ പറഞ്ഞത് how to form a depletion region, and also we can calculate what is the width of the depletion region forming, and also the built-in potential. ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഐ ഗീവ് ദ പാരാമീറ്റേഴ്സ്. ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലിനും അതേപോലെ സ്പേസ് ചാർജ് റീജിയണിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഇപ്പോൾ ഇത്രയും നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്, പി എൻ ജംഗ്ഷനും അതേപോലെ ഡിപ്ലീഷൻ റീജിയനും ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് what we are going to discuss is how a PN junction will behave under dark condition. ഡാർക്ക് കണ്ടീഷനിൽ, അതായത് ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ എം നോട്ട് ഷൈനിങ് ദ സൺ യെറ്റ്. ഓക്കെ, സണ്ണ് നിന്നുള്ളത് സൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. സാധാരണ പി എൻ ജംഗ്ഷൻ നമ്മൾ ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വി ക്യാൻ ബേസിക്കലി പി എൻ ജംഗ്ഷൻ ഒരു ഡയോഡായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഡയോഡ് ഇത് പോസിറ്റീവ് റീജിയൻ ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് റീജിയൻ. അത് നമ്മളുടെ ബാറ്ററിയുടെ പോസിറ്റീവ് റീജിയൻ ആയിട്ട് നമ്മളുടെ പി എൻ ജംഗ്ഷന്റെ പി ടൈപ്പ് റീജിയൻ കണക്ട് ചെയ്യുന്നു. അതേപോലെ പി എൻ ജംഗ്ഷന്റെ എൻ ടൈപ്പ് റീജിയൻ എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് റീജിയൻ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ
which അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. സോ വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് ഇൻ ഫോർവേഡ് ബയസ് വി can see a flow of electron, or we will get a electricity. അതുകൊണ്ടാണ് ഈ ഒരു ബൾബ് ഇവിടെ ലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് ഇൻ ഫോർവേഡ് ബയസ്, ആ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നതിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, വി വിൽ ഹാവ് എ ഡിപ്ലീഷൻ റീജിയൻ ഇൻ ദ ഇന്റർഫേസ്. അവിടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു വാട്ട് എവർ ബയസ് വി ആർ അപ്ലൈങ്. ഓക്കെ, സോ ഇഫ് യു ആർ അപ്ലൈങ് എ മോർ ബയസ് than or more potential than the potential which is generated over the depletion region, then the current can actually pass through the PN junction. PN junction എന്ന് പറയുന്നത് അത് കണ്ടക്റ്റിംഗ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. ബട്ട് on the other hand, if you are connecting the p type of this PN junction to the negative terminal of the battery and the n type to the positive terminal, then we will be actually increasing the width of depletion region. Depletion region width increase ചെയ്യുവാണെങ്കിൽ PN ജംഗ്ഷനിൽ കൂടെ എന്തുണ്ടാവില്ല, ചാർജ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബൾബ് ഓഫ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ പി എൻ ജംഗ്ഷൻ അണ്ടർ ഫോർവേഡ് ബയസ് മാത്രമായിരിക്കും അതിലൂടെ കറണ്ട് പോവുക. അതേപോലെ when you connect a PN junction in a reverse manner, then there won't be any flow of current. Okay, കാരണം ഡെപ്ലീഷൻ റീജിയന്റെ സെയിം പൊളാരിറ്റി ഉള്ള ഫീൽഡാണ് നമ്മൾ എക്സ്റ്റേർണലി അപ്ലൈ ചെയ്യുന്നത്. സോ ഡെപ്ലീഷൻ റീജിയനിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ. ബട്ട് വെൻ ഇറ്റ് ഈസ് ഇൻ ദ ഫോർവേഡ് ബയസ്, ഇവിടെ ഡെപ്ലീഷൻ റീജിയൻ നമ്മളേക്കാളും കൂടുതൽ പൊട്ടൻഷ്യലാണ് എക്സ്റ്റേർണലി അപ്ലൈ ചെയ്യുന്നത്. സോ ഡെപ്ലീഷൻ റീജിയൻ ഇവിടെ കുറയും. റിവേഴ്സ് ബയസിലാണെങ്കിൽ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ ദർ വോണ്ട് ബി എനി കറണ്ട് ഇൻ ദിസ് സർക്യൂട്ട്. ഓക്കെ, അതാണ് രണ്ട് എന്താണ് വേ ഓഫ് കണക്റ്റിംഗ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സാധാരണ ഈ പി എൻ ജംഗ്ഷനിൽ കൂടെയുള്ള കറണ്ട് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഷോക്ലി ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് I is equal to IS e to the power VD divided by NVT minus 1 എന്ന് പറയുന്നത്. അതായത് പി എൻ ജംഗ്ഷനിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ബയസ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാകും. ആ റിവേഴ്സ് ബയസ് സാച്ചുറേഷൻ കറണ്ടിന്റെ എക്സ്പോണൻഷ്യൽ ഇൻക്രിമെന്റ് ആയിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. ഈ വി ഡി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് വി ആർ അപ്ലൈയിങ്. അതേപോലെ വി ടി എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. തെർമൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് KT/Q എനർജി അറ്റ് സം പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് KT/Q ആയിരിക്കുള്ളൂ. അതേപോലെ N എന്ന് പറയുന്ന ഐഡിയലിറ്റി ഫാക്ടർ കൊണ്ടുവരുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ഒരിക്കലും ഒരു ഐഡിയൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യില്ല. എപ്പോഴും ഒരു ഡിവൈസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചെറിയ കറക്ഷൻ ഉണ്ടാകും. ആ കറക്ഷൻ ആണ് ഈ ഒരു N ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൈനസ് ബേസിക്കലി യു ക്യാൻ ഡിറൈവ് ദിസ് ഇക്വേഷൻ യൂസിങ് ദ ഡിഫ്യൂഷൻ ഇക്വേഷൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അത് കുറച്ച് ഒരു ലെങ്തി ഡെറിവേഷൻ ആണ്. ഷോക്ലി ഡയോഡ് ഇക്വേഷന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ബട്ട് അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഉള്ളത് അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇഫ് യു നോ ദിസ് ഇക്വേഷൻ ദാറ്റ് വിൽ ബി ഫൈൻ. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ കറണ്ട് വിച്ച് ഇസ് പാസിങ് ത്രൂ ദ പി എൻ ജംഗ്ഷൻ. ഈ ഒരു പി എൻ ജംഗ്ഷനിൽ കൂടെയുള്ള കറണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ടിനെ എക്സ്പോണൻഷ്യലി ഈ ഒരു -1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിങ്ങൾ വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ, അതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്ന് വെക്കുവാണെങ്കിൽ, ഈ e⁻, ഈ എക്സ്പോണൻഷ്യൽ ആയിട്ടായിരിക്കുള്ളൂ നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് യു ക്യാൻ ബേസിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ്, ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്തിൻ ദ സെമി കണ്ടക്ടർ. അതേപോലെ എത്ര കോൺസെൻട്രേഷനിലാണ് നമ്മളുടെ ആ ഇലക്ട്രോൺ ഡോണറും അതേപോലെ ഹോള് തരുന്ന ഡോപ്പൻസിൻ്റെയും കോൺസെൻട്രേഷൻ എത്രയാണ്,
അത് ഡിഫ്യൂസ് ചെയ്യുന്ന ലെങ്ത് എത്രയാണ്. അതായത് ബേസിക്കലി പി എൻ ജംഗ്ഷനിൽ കൂടെ കറണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസും ഹോൾസും വൺ എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എന്തായിരിക്കണം, ഡിഫ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന്റെ ലെങ്ത് എത്രയാണ്, അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, അതേപോലെ ഇൻട്രിൻസിക് ആയിട്ട് നമ്മുടെ സെമി കണ്ടക്ടറിലുള്ള ചാർജ് കാരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദോസ് പാരാമീറ്റേഴ്സ് ദിസ് റിവേഴ്സ് ബയസ് സാച്ചുറേഷൻ കറന്റ് വിൽ ചേഞ്ച്. So if you know the reverse bias saturation current, then we can actually calculate the current which is passing through the PN junction if we know the bias which we are applying externally. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഷോക്ലി ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ ബാൻഡ് സ്ട്രക്ചർ and what the two different conditions when PN junction is in forward bias and PN junction is in reverse bias, and how can you calculate the current which is passing through the PN junction under an external bias. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ we have not discussed about what will happen to the PN junction when it is exposed to the sunlight. അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. ഇത്ര എടുത്തതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫൈൻ. സോ ഇപ്പൊ അപ്പൊ നമുക്ക് അറിയാം വാട്ട് ഈസ് ദ കറന്റ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ എ പി എൻ ജംഗ്ഷൻ അണ്ടർ ഫോർവേഡ് ബയസ്. ഓക്കെ, സോ ആൻഡ് ഓൾറെഡി നമ്മൾ ഈ ഒരു ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് അതിന്റെ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ വോൾട്ടേജ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ഈ ഒരു വോൾട്ടേജ് ആണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജിന് കൂടുതൽ നമ്മൾ എക്സ്റ്റേണൽ ബയസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മളുടെ ഷോക്ലി ഡയോഡ് ഇക്വേഷൻ, ഈ ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വിത്ത് ദ വോൾട്ടേജ് ദാറ്റ് വി ആർ അപ്ലൈയിങ് there will be an exponential increase in the current, okay, in the forward region. But in the reverse region ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാക്സിമം ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് വരെ ആയിരിക്കുള്ളൂ നമുക്ക് പോകാനായിട്ട് പറ്റുന്നത്. ബിക്കോസ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പി എൻ ജംഗ്ഷൻ വർക്കാവില്ല. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബേസിക് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയി I don't know who is trying to join. Okay. Okay. So, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്താണ്, ഈ പി എൻ ജംഗ്ഷനിൽ സൺലൈറ്റ് ഷൈൻ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് when it is exposed to a sunlight how it will change, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഓക്കെ സോ ഞാൻ ഓൾറെഡി ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ടാകുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാണ് നമ്മളുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. സോറി, ഇതാണ് നമ്മളുടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടേക്കാണ് നമ്മളുടെ ലൈറ്റ് വന്ന് ഷൈൻ ചെയ്യുന്നത്. സോ ഇത് നമ്മളുടെ ഡിപ്ലീഷൻ റീജിയൻ, ഈ സെന്ററിൽ കാണുന്ന ഒരു സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്ലീഷൻ റീജിയൻ ആണ്. സോ അവിടെ നിന്ന് ലൈറ്റ് ഷൈൻ ചെയ്യുവാണെങ്കിൽ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫോട്ടോൺ ആണ്. ആ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യണം
സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ ബാൻഡ് സ്ട്രക്ചർ. അതായത് ബാൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു വാലൻസ് ബാൻഡ് ഉണ്ടാകും, അതേപോലെ ഇവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാകും. ഓക്കെ, സോ ഫോട്ടോൺസ് വരുമ്പോൾ അത് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ എനർജി. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ എന്താണുള്ളത്? നമ്മളുടെ ഇലക്ട്രോൺസ് ആണുള്ളത്. വാലൻസ് ബാൻഡിൽ ഫെർമി എനർജി വരെ അറ്റ് 0 Kelvin, ഇഫ് യു ആർ കൺസിഡറിങ്, ദർ ആർ ലോട്ട് ഓഫ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ വരുന്ന ഫോട്ടോണിന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? ഈ ഒരു വാലൻസ് ബാൻഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ഫോട്ടോൺസ് എന്ന് പറയുന്നത്, ഫോട്ടോൺസ് ഈ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത് നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു ഡിപ്ലീഷൻ റീജിയണിൽ ഫോട്ടോൺസ് വന്ന് വീഴുന്നു. അവിടുത്തെ ഇലക്ട്രോൺസ് ആ ഫോട്ടോൺസിന്റെ എനർജിനെ അബ്സോർബ് ചെയ്യുന്നു, ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ഗെറ്റ് എക്സൈറ്റഡ്. So what we will be essentially getting after that will be a ഇലക്ട്രോൺ ഹോൾ പെയർ. ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ആയിരിക്കുള്ളൂ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ, ജസ്റ്റ് എ സെക്കൻഡ്, സോ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ നമ്മളുടെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, സോ ഓൾറെഡി നമ്മളുടെ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പോസിറ്റീവ് ചാർജും പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജിലേക്കായിരിക്കുള്ളൂ എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. സോ ഓൾറെഡി ഈ ഇലക്ട്രോൺസ് നേരെ ഈ എൻ ടൈപ്പ് റീജിയനിലേക്കായിരിക്കുള്ളൂ എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ ഈ ഹോൾസ് എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് റീജിയനിലേക്കായിരിക്കുള്ളൂ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എൻ ടൈപ്പ് റീജിയനിൽ വീണ്ടും ഒരു ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് ഹോൾസിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കുള്ളൂ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ വന്ന് വീഴുന്ന ഫോട്ടോൺസ് മൂലം ഉണ്ടാകുന്നു. സോ ഒന്നും കൂടി പറയാം, ഫോട്ടോൺസ് വരുന്നു, ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നു, ആൻഡ് ഈ ഇലക്ട്രിക് ഫീൽഡ്, ഡിപ്ലീഷൻ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ട് എൻ ടൈപ്പ് റീജിയനിലേക്കും ആൻഡ് പി ടൈപ്പ് റീജിയനിലേക്കും പോകുന്നു. സോ ദർ വിൽ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് ഇസ് ജനറേറ്റഡ് ഓവർ ഹിയർ, ആൻഡ് ഓൾസോ ഇഫ് യു ആർ കണക്ടിങ് ദീസ് ടു എൻഡ്സ് വി വിൽ ആക്ച്വലി ഗെറ്റ് എ ഫ്ലോ ഓഫ് കറണ്ട്. അവിടെ ഒരു ഫ്ലോ ഓഫ് കറണ്ട് ആയിരിക്കുള്ളൂ നമുക്ക് ഉണ്ടാകുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സണ്ണിൽ നിന്ന് വരുന്ന എനർജി ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തു, ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കി, ആൻഡ് ആ ഇലക്ട്രോണിനെ നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി വാട്ട് വി വിൽ ബി ഗെറ്റിംഗ് ഇസ് എ കറണ്ട് ഫ്ലോ. നമ്മളൊരു ബാറ്ററി വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കി കറണ്ട് എടുക്കുന്നു. അതിന് പകരം നമ്മൾ എന്താ ചെയ്തേ? We are using the sunlight to create the potential difference to make a flow of current. അപ്പോൾ ആ ഫ്ലോ, ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഐ ഇലുമിനേഷൻ കറണ്ട്, ഇലുമിനേഷൻ സമയത്ത് ഉണ്ടാകുന്ന കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് പി എൻ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ റിവേഴ്സ് ബയസിലുള്ള സാധാരണ പി എൻ ജംഗ്ഷന്റെ കറണ്ട്. പക്ഷെ നമ്മൾ ലൈറ്റ് വന്ന് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തുണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ. കാരണം ഇവിടെ പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസിലാണ്, അതുകൊണ്ടാണ് നമുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായത്. ആ റിവേഴ്സ് ബയസിലുള്ള കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുള്ളൂ ഈ സൺലൈറ്റ് വന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഹയർ compared to whatever quantity we have here. So normally when people calculate the current through PN junction under illumination, this quantity people usually neglect when we are calculating, because this illumination current will be higher compared to the current through PN junction under reverse bias എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, സൺലൈറ്റ് വരുന്നു, ഫോട്ടോൺസ് ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഫോട്ടോൺസ് വിൽ ബി ഗെറ്റ്
absorbed by the uh, electrons in the p-n junction, and then we will get an electron hole pair, and it will be get migrated to the n-type region, and holes will be migrated to the p-type region, so that there will be a potential difference which is will be generated, and we will be getting a current if you are connecting an external load. ഒരു ലോഡ് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി നമുക്കതിന് കറണ്ട് കിട്ടുന്നതായിരിക്കുള്ളൂ. അപ്പോൾ വൺ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് വി നീഡ് ടു റിമെമ്പർ ഹിയർ ഇസ്, നമ്മൾ ഈ ഇലക്ട്രോൺസിന് ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്ത് വാലൻസ് ബാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ എനർജി ഡിഫറൻസ്, അത്രയും എനർജി ഡിഫറൻസ് ഉള്ള ഫോട്ടോൺസിന് മാത്രമായിരിക്കും, റെസൊനൻസിൽ വരുമ്പോൾ മാത്രമായിരിക്കുള്ളൂ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. സപ്പോസ് നമ്മൾക്ക് കൊടുക്കുന്ന ഫോട്ടോൺസിന്റെ എനർജി എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇലക്ട്രോൺസിനെ വാലൻസ് ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാനായി പറ്റില്ല. Okay, so the photon energy has to be matched with the energy, band gap energy എന്നാണ് പറയുന്നത്. അപ്പോൾ for different material the band gap will be different. So we have to choose a material which will give or which will absorb maximum amount of photon which we are getting from the sun. Already നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ we have already discussed the intensity curve for the sunlight. So around 500 to 700 region we have already seen that the intensity of sunlight is higher compared to any other wavelength or any other energy. So basically we have to select a material which band gap is near to the that 500 to 700 nanometer region. ആ ഒരു റീജിയനിലുള്ള ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മളുടെ എഫിഷ്യൻസി ഓഫ് സോളാർ സെൽ എന്ന് പറയുന്നത് കൂടുതലാവുള്ളൂ. ഓക്കെ, സോ ആൻഡ് കറണ്ട്, അതിലൂടെ പോകുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഇലുമിനേഷൻ കറണ്ട് എന്ന് പറയുന്നത് മൈനസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടുന്നതായിരിക്കും. ഇത്ര എടുത്ത് മനസ്സിലായോ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ പി എൻ ജംഗ്ഷനിൽ സൺലൈറ്റ് വരുമ്പോൾ ഇത് ഉണ്ടാകുന്നത്, നമ്മളുടെ കറണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഒരു പോയിന്റ്, ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോൺസ് വന്നാലേ നമുക്ക് അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ കുറവായിട്ടുള്ള എനർജി ആണെങ്കിൽ വി കനോട്ട് അബ്സോർബ് ബിക്കോസ് എനർജി വോണ്ട് ബി സഫീഷ്യൻറ്റ്. ബട്ട് ഫോട്ടോൺസ് ഹയർ എനർജിയിലുള്ളതാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, കൂടുതൽ എനർജിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തെർമലൈസേഷൻ പോലുള്ള പ്രോസസ്സസ് നടന്ന് ഈ ഇത്രയും ബാൻഡ് ഗ്യാപ്പിലുള്ള എനർജി മാത്രമായിരിക്കുള്ളൂ ഫൈനലി നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു സോളാർ സെല്ല് നമ്മൾ ഉണ്ടാക്കുമ്പോൾ the very important factor which we need to consider is the efficiency of the solar cell. So solar cell ന്റെ efficiency എന്ന് പറയുന്നത് what is the output divided by the input, അതായത് പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ സോളാർ സെൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് എന്ന് നമുക്കറിയാം. സോ പവർ ഔട്ട്പുട്ട് വാട്ട് ഈസ് ദ മാക്സിമം വോൾട്ടേജ് വിച്ച് വി ആർ ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് വി ആർ ഗെറ്റിംഗ് ഡിവൈഡഡ് ബൈ ദ പവർ ഇൻപുട്ട്. അതാണ് നമ്മളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് രണ്ട് ടേംസ് ആണ് പുതിയതായിട്ട് നോക്കാനുള്ളത്. വൺ ഈസ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആൻഡ് അനദർ ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. സോ അപ്പോൾ ഓൾറെഡി നേരത്തെ നമ്മളൊരു ഗ്രാഫ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. സോറി, ഈ ഒരു ഗ്രാഫ് ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ അണ്ടർ ഇലൂമിനേഷൻ ആണ് ഈ സെക്കൻഡ് ഗ്രാഫ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോർത്ത് ക്വാഡ്രന്റ്, അതായത് ഈ ഒരു ക്വാഡ്രന്റിലാണ് നമ്മളുടെ ഐ വി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീജിയൻ തന്നെയാണ് നമ്മുടെ അടുത്ത സ്ലൈഡിൽ നേരെ ഒന്ന് റിവേഴ്സ് ആക്കി വെച്ചിട്ടുള്ളതാണ്. സെയിം, ഇത് കറണ്ട് ആക്സിസ്, അതേപോലെ വോൾട്ടേജ് ആക്സിസ്. അഗെയിൻ വി ഹാവ് ദിസ് റെഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം കറണ്ട്, ഈ കറണ്ട് ആക്സിസിലെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൽ
വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എക്സ് ആക്സിൽ 0 ആണ്. അപ്പോൾ പി എൻ ജംഗ്ഷന്റെ വെൻ വോൾട്ടേജ് ഈസ് 0, ആ കറണ്ട് എന്ന് പറയുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ വൈ ആക്സിസിലെ മാക്സിമം വോൾട്ടേജ് വിച്ച് വി ആർ ഗെറ്റിംഗ് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒന്നും അതിൽ പാസ് ചെയ്യുന്നില്ല, ബട്ട് ബിക്കോസ് സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, ബട്ട് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ വി ആർ മെഷറിംഗ് ദ ഐ വി ഓർ വെൻ വി ആർ calculating the IV characteristics of a PN junction, the two parameters which we need to consider is the short circuit current and the open circuit voltage. അപ്പോൾ ഇതിലെ മാക്സിമം പവർ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിലായിരിക്കുള്ളൂ കിട്ടുന്നത്. ബിക്കോസ് പവർ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ വോൾട്ടേജ് ആണ്. സോ കറണ്ട് മൾട്ടിപ്ലൈ ബൈ വോൾട്ടേജ് മാക്സിമം വരുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കുള്ളൂ. അതാണ് വി മാക്സിമം പവർ ഇൻറ്റു ദ കറണ്ട് അറ്റ് മാക്സിമം പവർ. സോ ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റിൽ കാണുന്ന വോൾട്ടേജ് ഇസ് ഡിഫറെന്റ് ഫ്രം open circuit voltage, and also the current which we are seeing here is different from the short circuit current. Because the current is little less than the short circuit current at maximum power point, and the voltage is also less than that of the open circuit voltage at maximum power output point. അപ്പോൾ മാക്സിമം പവർ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് അറ്റ് ദിസ് പോയിന്റ്. അതാണ് വോൾട്ടേജ് മാക്സിമം ആൻഡ് കറണ്ട് മാക്സിമം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് വിൽ ബി ഗെറ്റിംഗ് ദ മാക്സിമം പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട്. So as I have already mentioned, this voltage and this current at this point will be different from the short circuit current and open circuit voltage. അത് ഒബ്വിയസ് ആണ്, നമ്മളുടെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ഒബ്വിയസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് അതായത് ഈ മാക്സിമം വോൾട്ടേജും മാക്സിമം കറണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പവർ ഡിവൈഡഡ് ബൈ what is the power we are getting if you are multiplying the short circuit current and open circuit voltage. ആ ഒരു ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റേഷ്യോ, that ratio is known as fill factor of the PN junction. ആ ഒരു റേഷ്യോ, അതായത് ബിക്കോസ് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദിസ് ഗ്രാഫ്, ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇഫ് യു നോ ദ ഫിൽ ഫാക്ടർ, വി ക്യാൻ ബേസിക്കലി കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ മാക്സിമം പവർ ഔട്ട്പുട്ട്. അപ്പോൾ ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ദ റേഷ്യോ ഓഫ് ദീസ് ടു പവേഴ്സ്, ദ പവർ വിച്ച് വി ആർ ഗെറ്റിംഗ് അറ്റ് മാക്സിമം പോയിന്റ് ആൻഡ് ഓൾസോ ദ പവർ വിച്ച് വി ആർ ഗെറ്റിംഗ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആൻഡ് ദി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. സോ ഇതാണ് നമ്മുടെ ഫിൽ ഫാക്ടർ. So if you are substituting this instead of power output, അതായത് ഈ വി മാക്സ് ഇൻറ്റു ഐ മാക്സിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി യു ക്യാൻ കാൽക്കുലേറ്റ്, വിൽ ബി ഗെറ്റിംഗ് an another equation for calculating the efficiency of the solar cell, which will be equal to VOC into multiplied by the short circuit current multiplied by the fill factor divided by P in. Okay, so ഈ fill factor എന്ന് പറയുന്നത് which will be less than that of 1 ആണ് maximum fill factor വരിക. കാരണം this maximum power will never be going to greater than the multiplication value which we are getting by multiplying the short circuit current and open circuit voltage. So ഈ value എന്ന് പറയുന്നത് this is going to be less than 1. If it is 1, that is a kind of ideal case. Fill factor എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അതൊരു ഐഡിയൽ കേസ് ആയിട്ടാണ് പറയുന്നത്. സോ ആ ഒരു റേഷ്യോ ആണ് ഫിൽ ഫാക്ടർ, ആൻഡ് ഫ്രം ദർ യു ക്യാൻ ബേസിക്കലി കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കുക പവർ ഔട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻ. പവർ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മാക്സിമം പവർ എത്രയാണ് നമുക്കൊരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് വി ആർ ജസ്റ്റ് actually using another different terms for substituting this power maximum by open circuit voltage, short circuit current and fill factor of a solar cell. അങ്ങനെ നമുക്ക് ഒരു സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
if suppose in the exam ഈ ഒരു കർവ് തരുവാണെങ്കിൽ you can definitely identify what is the short circuit current. അതേപോലെ open circuit voltage identify ചെയ്യാൻ പറ്റും. And also if I am specifying the point here, you can always know what is the power output, maximum power output. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേരിയസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിൽ ഫാക്ടറോ ഓർ എഫിഷ്യൻസിയോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ സ്ലൈഡിൽ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സോളാർ സെല്ലിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ലൈഡിൽ രണ്ട് ടേംസ് മൂന്ന് ടേംസ് ആക്ച്വലി പുതുതായിട്ട് ഡിസ്കസ് ചെയ്തു. വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് എ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ആ ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ type of PN junction or the material that we are using. Okay, ആ ഒരു ഏരിയ ഓഫ് സോളാർ സെല്ലിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് വിച്ച് ഈസ് സ്ട്രൈക്കിംഗ് ഓവർ ദ സോളാർ സെൽ. അതേപോലെ what is the spectrum? So spectrum we have already discussed in the last class. I think the intensity spectrum of the light. So basically intensity അറിഞ്ഞാലായിരിക്കുള്ളൂ number of photons നമുക്ക് അറിയാൻ പറ്റുക. അതേപോലെ the optical properties. It's not that whatever photon which is striking over the solar cell will be get absorbed by the material inside, because there will be some other reflection losses അല്ലെങ്കിൽ സ്കാറ്ററിങ് ഉണ്ടാകും. സോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹൗ മെനി ഫോട്ടോൺസ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ സോളാർ സെൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനനുസരിച്ചിരിക്കും എത്ര കറണ്ട് കിട്ടുന്നു. ഇപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ കൂടുതൽ കറണ്ട് ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഏരിയ കൂടുതലാണെങ്കിൽ ദ കറണ്ട് വിൽ ബി മോർ. ആൻഡ് ഓൾസോ ആസ് ഐ ഹാവ് മെൻഷൻ, കറണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് പി എൻ ജംഗ്ഷൻ ഈ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും ഫ്ലോ വേണം. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടല്ലോ, ഇലക്ട്രോണും ഹോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂളംബിക് ഇൻട്രാക്ഷൻ ഉണ്ടാകും. ടു ഓപ്പോസിറ്റ് ചാർജസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി ഓൾവേസ് എ കൂളംബിക് attraction, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദ കേസ് ദാറ്റ് വാട്ട് എവർ electron hole pair that we are generating will essentially converted to the current ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം there will be always an attraction between the electron and holes which is in the PN junction. അപ്പോൾ അത് തമ്മിൽ വീണ്ടും റീകമ്പൈൻ ചെയ്യാം. even though we are absorbing the photons, the electron hole pair which is generated after absorbing the photons can recombine. ഓക്കെ, അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് റീകമ്പൈനിങ് ദെൻ ദർ ഇസ് നോ കറണ്ട്. അവിടെ അത് അപ്പോൾ ജനറേറ്റ് ചെയ്ത ഇപ്പോൾ ഒരു 10 ഇലക്ട്രോൺ ഹോൾ, ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10 ഫോട്ടോൺസ് ഞാൻ അബ്സോർബ് ചെയ്തു. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 10 ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിൽ ഒരു 5 എണ്ണം തിരികെ റീകമ്പൈൻ ചെയ്തു എന്നുണ്ടെങ്കിൽ എൻ്റെ എഫിഷ്യൻസി ഭയങ്കര കുറവാണ്. സോ ആ ലോസസ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. സോ അങ്ങനത്തെ ലോസസ് ഉണ്ടാകാം. സോ ആ ലോസസ് എന്ന് പറയുന്നത് അതിൻ്റെ കളക്ഷൻ പ്രോബബിലിറ്റി, അതിൻ്റെ ഡിഫ്യൂഷൻ ലെങ്ത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സോ ഇത്രയും ഈ സ്ലൈഡിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. അതേപോലെ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് വാട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മാക്സിമം വോൾട്ടേജ് അവൈലബിൾ ഫ്രം എ സോളാർ സെൽ അറ്റ് സീറോ കറണ്ട്. സീറോ കറണ്ടിൽ നമ്മൾ ആ ആക്സിസ് നോക്കുവാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വെൻ ദ കറണ്ട് ഈസ് സീറോ, വാട്ട് ഈസ് ദ മാക്സിമം വോൾട്ടേജ് വിച്ച് വി ആർ ഗെറ്റിംഗ്. അതേപോലെ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇഫ് യു നോ ദ ഐ illumination and the I0 which we have already discussed in the previous slides, we can basically calculate what is the VOC which we are getting. അപ്പോൾ നേരത്തെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഈ I0 എന്ന് പറയുന്നത് കുറേ ഡിഫ്യൂഷൻ പാരാമീറ്റേഴ്സും അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് അക്സെപ്റ്ററും ഡോണറും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു I0 കാൽക്കുലേറ്റ് ചെയ്തത്. ആൻഡ് I illumination എന്ന് പറയുന്നത് നമ്മുടെ ഇലുമിനേഷൻ മൂലം ഉണ്ടാകുന്ന കറണ്ട്. സോ അതിൻ്റെ ഒക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടായിരിക്കുള്ളൂ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ വി ഹാവ് മെൻഷൻ ദ നെയിം വിച്ച് ഇസ് ഫിൽ ഫാക്ടർ. ഫിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ
The short circuit current and the open circuit voltage are the maximum current and voltage respectively from a solar cell. However, at both of these operating points, the power from the solar cell is zero. So the fill factor, more commonly known as FF, is a parameter which is conjunction with VOC and short circuit current determines the maximum power from a solar cell. സോ നമ്മുടെ സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് VOC ആണ്. അതേപോലെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ബട്ട് ഇൻ റിയാലിറ്റി മാക്സിമം പവർ കിട്ടുന്നത് ഏത് സ്ഥലത്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിൽ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം പവർ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും ലാസ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത് പി എൻ ജംഗ്ഷൻ അണ്ടർ ഡാർക്ക്, അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ സൺലൈറ്റ് വരുമ്പോൾ എത്ര കറണ്ടാണ് ഉണ്ടാകുന്നത്, ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് സോളാർ സെൽ ആൻഡ് ഓൾസോ വി ഹാവ് ലേൺ ഹൗ ടു റീഡ് ദിസ് ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് എങ്ങനെയാണ് വായിക്കണമെന്ന് പറഞ്ഞു. ആൻഡ് three different terms which we have discussed in the while discussing the efficiency, which is short circuit current, open circuit voltage, and what is the fill factor. Okay, so ini വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്താണ്, വാട്ട് ഈസ് ഫിൽ ഫാക്ടർ, അത് ഇത്രയും 3 കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു 10 ഫോട്ടോൺ അബ്സോർബ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ഹോൾ പെയർ ഞാൻ ജനറേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. 10 ഇലക്ട്രോൺ ഹോൾ പെയർ ഞാൻ ജനറേറ്റ് ചെയ്തു. ബട്ട് ഈ 10 ഇലക്ട്രോൺ ഹോൾ പെയർ കറണ്ടായിട്ട് ഫ്ലോ ചെയ്യണം എന്നില്ല. കാരണം അതിന് തിരികെ റീകമ്പൈൻ ചെയ്യാൻ പറ്റും, ഓർ ബിക്കോസ് ഓഫ് സം അതർ റീസൺസ് അതിന് റീകോമ്പിനേഷൻ നടത്താനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എനിക്ക് 100% ആയിരിക്കില്ല ഒരിക്കലും കിട്ടുന്നത്. സോ ആക്ച്വലി ഐ വോണ്ടഡ് ടു ഡിസ്കസ് വൺ മോർ ടോപ്പിക് വിച്ച് ഈസ് നോൺ എസ് ഷോക്ലി-ക്വൈസർ ലിമിറ്റ്. ഷോക്ലി-ക്വൈസർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പി എൻ ജംഗ്ഷൻ, അത് തിയററ്റിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് ആണ്. അതായത് ഫോർ എ പി എൻ ജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോളാർ സെല്ലിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് കനോട്ട് ബി മോർ ദൻ 30%. അത് തിയററ്റിക്കലി അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഷോക്ലി-ക്വൈസർ ലിമിറ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ റീഡ് ഇൻ ഇന്റർനെറ്റ്. അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് അതൊരു ഒരു ഫുൾ പേപ്പറാണ് അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി അത് ഈ നമ്മളുടെ ലോസസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്, അതേപോലെ ഇൻറ്റൻസിറ്റി കൺസിഡർ ചെയ്തിട്ട് നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന റീജിയൻ എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് ഈ ഒരു റീജിയണിലാണ്. അപ്പോൾ ഈ ഒരു റീജിയണിലെ ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ സിലിക്കൺ ആണ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള സിലിക്കൺ ആണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി തരുന്നത്, തിയററ്റിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളത്. അതും ഇഫ് യു ആർ കൺസിഡറിങ് അതർ ലോസസ് വിച്ച് വി കനോട്ട് ആക്ച്വലി റെഡ്യൂസ് in a PN junction based solar cell. അതുകൊണ്ട് തിയറിറ്റിക്കലി പ്രൂവ്ഡ് ആണ് അതിന് എഫിഷ്യൻസി ഓഫ് എ സോളാർ സെൽ എന്ന് പറയുന്നത് 30%-നേക്കാളും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ ദിസ് എഫിഷ്യൻസി ഇസ് ലിമിറ്റഡ് ടു 30%, or why can't we increase the efficiency? So because there are some റീസൺസ്. ആ റീസൺസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റീകോമ്പിനേഷൻ ലോസസ് ആണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ. ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ റീകമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻസ്റ്റെഡ് ഓഫ് converting as a current, it can basically recombine. So basically the recombinations can be classified into 3. One is radiative recombination, another is defect recombination, and another is OJ recombination. Okay, so radiative recombination എന്ന് പറഞ്ഞാൽ, in radiative recombination an electron from the conduction band directly combines with a hole in the valence band and releases a photon.
This emitted photon has an energy similar to the band gap and is therefore only weakly absorbed such that it can exit the piece of semiconductor. So basically what happens if you are considering this as the valence band and this as the conduction band, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായി എന്ന് പറയാം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് കമ്പൈനിങ് ബാക്ക് ബൈ റിലീസിങ് ദ എനർജി, ദെൻ നമ്മൾ അബ്സോർബ് ചെയ്ത എനർജി എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് ആണ്. സോ അപ്പോൾ ഇറ്റ് വിൽ ദർ ഈസ് chance that the electron hole pair which is generated after absorbing the photons can recombine by emitting the energy which they have absorbed. Okay, അപ്പോൾ അങ്ങനെ അതൊരു ലോസ് ആണല്ലോ. നമ്മൾ അബ്സോർബ് ചെയ്ത ഫോട്ടോൺസ് വെച്ചിട്ട് നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ബേസിക്കലി ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്തു? തിരികെ റീകമ്പൈൻ ചെയ്തു. സോ ദർ ഈസ് നോ ഗെയിൻ ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നതാണ് നമ്മളുടെ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ലോസ് എന്ന് പറയുന്നത്. അനദർ തിങ് ഇസ് ഡിഫക്റ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റീകോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഓരോ മെറ്റീരിയൽസ് ആയിരിക്കും. സോ ഇൻ ദാറ്റ് മെറ്റീരിയൽസ് ദർ വിൽ ബി ഡിഫക്ട്സ്, അതായത് അതിന്റെ സ്ട്രക്ചർ മൂലം ഉണ്ടാകുന്ന ഡിഫറെന്റ് എനർജി ബാൻഡ്സ് ഉണ്ടാകും. അപ്പോൾ ആ ബാൻഡ്സിൽ സപ്പോസ് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതായത് കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ആൻഡ് ദർ ഈസ് അനദർ എനർജി ലെവൽ വിച്ച് ഈസ് ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് ദ ഡിഫക്റ്റ് കാരണം ക്രിയേറ്റ് ചെയ്ത ഒരു എനർജി ലെവൽ ഉണ്ടെന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഓൾറെഡി ചാർജ് കാരിയേഴ്സ് ട്രാപ്ഡ് ആയിരിക്കാം, വെദർ ഇറ്റ് ഈസ് എ ഹോൾ ഓർ എൻ ഇലക്ട്രോൺ. അപ്പോൾ ചിലപ്പോൾ ആ ഡിഫക്റ്റ് കാരണം ആ ഡിഫക്റ്റിലുള്ള ഇലക്ട്രോൺസോ ഹോൾസോ ആയിട്ട് ഈ എക്സൈറ്റ് ചെയ്ത ചാർജ് കാരിയേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. സപ്പോസ് ഇഫ് ഐ ഹാഡ് എ ഡിഫക്റ്റ് ഓവർ ഹിയർ ആൻഡ് ദർ ഇസ് എൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ആൻഡ് ഇഫ് ഐ എം ജനറേറ്റിംഗ് അനദർ ഇലക്ട്രോൺ ഹോൾ പെയർ ഫ്രം ഹിയർ, ഇവിടെ ഞാനൊരു ഹോൾ ജനറേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഇലക്ട്രോൺ ഓൾറെഡി ട്രാപ്ഡ് ആയത് കാരണം ഈ ഹോൾസിന് നേരെ ഈ ഇലക്ട്രോൺ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അതേപോലെ ഈ ഇലക്ട്രോൺസിന് ഡീഎക്സൈറ്റേഷൻ നടന്നിട്ട് ഇവിടെ ഒരു ഹോൾ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. സോ ദർ ആർ മൾട്ടിപ്പിൾ വേ ഓഫ് ഇറ്റ് ആക്ച്വലി എൻഹാൻസസ് ദ വേ ഓഫ് റീകോമ്പിനേഷൻ. ഈ നമ്മളുടെ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് എന്ന് പറയുന്നത് റീകോമ്പിനേഷന്റെ റേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിഫക്റ്റ് ഇൻഡ്യൂസ്ഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അനദർ ടൈപ്പ് ഓഫ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് OJ recombination. So OJ recombination എന്ന് പറഞ്ഞാൽ an electron and a hole recombine, but rather than emitting the energy as heat or as a photon, the energy is given to a third carrier, an electron in the conduction band. This electron then thermalizes back down to the conduction band edge. So ഇവര് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണും ഹോളും ജനറേറ്റ് ചെയ്തു, അത് റീകമ്പൈൻ ചെയ്ത്, അതായത് എനർജി എന്ന് പറയുന്നത് കൊടുത്തിട്ടാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായത്. അത് റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, ആ കൊടുത്ത എനർജി അവർ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് എനർജി അടുത്തൊരു ഇലക്ട്രോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ബട്ട് അത് അത്രയും എനർജി ഉണ്ടാവില്ല. അത് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കുള്ളൂ. അത് വെച്ചിട്ട് വേറൊരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കാനായി പറ്റുന്നില്ല. അപ്പോൾ മൾട്ടിപ്പിൾ കാരിയേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റീകോമ്പിനേഷൻ ആണ് നമ്മളുടെ OJ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ്? റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. ജസ്റ്റ് ഒരു ഫോട്ടോണിനെ റിലീസ് ചെയ്യുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർ കമ്പൈൻ ചെയ്തിട്ട്, ആൻഡ് ഇഫ് ദർ ഇസ് എ ഡിഫക്റ്റ് ഇൻ ദ മെറ്റീരിയൽ അത് നമ്മളുടെ റീകോമ്പിനേഷൻ എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് മൾട്ടിപ്പിൾ ചാർജ് കാരിയേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റീകോമ്പിനേഷൻ പ്രോസസ്സാണ് OJ റീകോമ്പിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ 3 ഡിഫറെന്റ് റീകോമ്പിനേഷൻ പ്രോസസ്സിലും വാട്ട് വി ഹാവ് സീൻ ഇസ് ദാറ്റ് ദി എഫിഷ്യൻസി ഓഫ് ദ സോളാർ സെൽ ഡിക്രീസസ്. നമ്മളുടെ പവർ ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല ബിക്കോസ് ഓഫ് ദിസ് റീകോമ്പിനേഷൻ. ആൻഡ് ദീസ് റീകോമ്പിനേഷൻസ് ആർ ബേസിക്കലി അൺഅവോയ്ഡബിൾ ആണ്. ഒരു PN ജംഗ്ഷനിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, നമ്മളുടെ മെറ്റീരിയൽസ് മാറ്റി, അല്ലെങ്കിൽ കൂടുതൽ ലൈഫ് ടൈം. Basically depends upon the lifetime of the charge carrier, minority and majority charge carrier. അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിനെ ഈ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഹോൾ പെയറിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ്,
അതിനൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് റീകോമ്പിനേഷൻ ഡിക്രീസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് അൺഅവോയ്ഡബിൾ ആണ്. അതുകൊണ്ടാണ് എന്താണ് നമ്മളുടെ ഷോക്ലി കോയ്സൺ ലിമിറ്റ് പറയുന്ന പോലെ 30%-നേക്കാളും തിയററ്റിക്കൽ ലിമിറ്റ് ആണ്. അതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദിസ് റീകോമ്പിനേഷൻ ലോസസ്. അതേപോലെ അനദർ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് ലോസ്. കാരണം ഞാൻ പറഞ്ഞു വാട്ട് എവർ ഫോട്ടോൺസ് വിച്ച് ഈസ് സ്ട്രൈക്കിംഗ് ഓവർ ദ സോളാർ സെൽ വോണ്ട് ബി ഗെറ്റ് അബ്സോർബ് ബിക്കോസ് ഇറ്റ് ക്യാൻ റിഫ്ലക്ട്, അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ലോസ് ആണല്ലോ. നമുക്ക് വരുന്ന ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് റിഫ്ലക്റ്റിംഗ് ഫ്രം ദ സർഫേസ് ദെൻ ഇറ്റ് ഇസ് എ ലോസ് ഫോർ us. ഓക്കെ, അപ്പോൾ ആ ലോസ് അതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ലോസസ് എന്ന് പറയുന്നത്. ആ ലോസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് മെറ്റീരിയൽ, അതായത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത കോട്ടിങ് നമ്മളുടെ സോളാർ സെല്ലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിഫ്ലക്റ്റീവ് ലോസസ് ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ബൈ ടെക്സ്ചറൈസിങ് ദ സർഫേസ്. ടെക്സ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് സിലിക്കൺ സബ്സ്ട്രേറ്റ് നോക്കുവാണെങ്കിൽ കമ്പയർഡ് ടു ഈ ഒരു ടെക്സ്ചറൈസ്ഡ് സബ്സ്ട്രേറ്റ് നോക്കുവാണെങ്കിൽ ഈ വരുന്ന ഫോട്ടോൺസിന് മൾട്ടിപ്പിൾ സർഫേസസിലായിട്ട് നമ്മളുടെ മെറ്റീരിയൽ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ററാക്ഷൻ കൂടുമ്പോൾ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫ്ലാറ്റ് സർഫേസ് കമ്പയർഡ് ടു ഫ്ലാറ്റ് സർഫേസ് ഈ ഒരു ടെക്സ്ചറൈസ്ഡ് സിലിക്കൺ സബ്സ്ട്രേറ്റ് ക്യാൻ ആക്ച്വലി ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റിഫ്ലക്റ്റീവ് ലോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോസ്, ബട്ട് ആക്ച്വലി ബേസിക്കലി വി ക്യാൻ മിനിമൈസ് ദിസ് റിഫ്ലക്റ്റീവ് ലോസസ് ബൈ ടെക്സ്ചറൈസിങ് ദ മെറ്റീരിയൽ സർഫേസ് ആൻഡ് ഓൾസോ ബൈ കോട്ടിംഗ് ദ സബ്സ്ട്രേറ്റ് വിത്ത് ആൻ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്, ആൻറ്റി റിഫ്ലക്റ്റീവ് സബ്സ്റ്റൻസസ് വെച്ച് കോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റിഫ്ലക്റ്റീവ് ലോസസിനെ നമുക്ക് എന്താണ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ കോമ്പിനേഷൻ ലോസസ് ഓൾറെഡി എന്തായാലും ഉണ്ടാകും, അതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ലോസസും ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ പി എൻ ജംഗ്ഷനിൽ വരുന്ന ലോസസ് എന്ന് പറയുന്നത്. ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അതേപോലെ പി എൻ ജംഗ്ഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഈ രണ്ട് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ഒരു സോളാർ സെല്ല്, അതിന്റെ ബേസിക് ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്താണ് ഫോട്ടോൺ അബ്സോർപ്ഷൻ, ഇലക്ട്രോൺ ഹോൾ പെയർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതിനെ നമുക്ക് ഓൾറെഡി സെപ്പറേറ്റ് ചെയ്യണം ആൻഡ് വി ഹാവ് ടു കളക്ട് ചെയ്യണം. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളാർ സെൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ജനറേഷൻ സോളാർ സെല്ലാണ് നമ്മൾ ഈ രണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് എത്ര ഇന്റൻസിറ്റിയിലാണ് സോളാർ സെല്ല് സോളാർ എനർജി വരുന്നത് നമ്മൾ വി ഹാവ് ഓൾറെഡി സീൻ. എയർ മാസ് എന്താണ് നമ്മൾ പറഞ്ഞു, ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് എയർ മാസ് എന്ന് പറയുന്നത്. ഇനി പി എൻ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് പി ടൈപ്പ്, എൻ ടൈപ്പ്, ഹൗ യു ക്യാൻ ഫോം എ പി എൻ ജംഗ്ഷൻ, വാട്ട് ഈസ് ദ ബാൻഡ് സ്ട്രക്ചർ ഓഫ് എ പി എൻ ജംഗ്ഷൻ, അവിടുത്തെ ഡെപ്ലീഷൻ റീജിയന്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ, വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദിസ് ഡെപ്ലീഷൻ റീജിയൻ, അതേപോലെ സാധാരണ പി എൻ ജംഗ്ഷൻ അണ്ടർ ഫോർവേഡ് ബയസ് അതേപോലെ റിവേഴ്സ് ബയസ് എന്താണ്, വാട്ട് ഈസ് ദ കറന്റ്, ഷോക്ലി ഡയോഡ് ഇക്വേഷൻ. But we are interested in the illumination. Under illumination, what happens to a PN junction? So when you are under illumination, what will happen? The photons will be absorbed by the electrons and will jump to the conduction band. So there will be an electron hole pair formation, and because of this electric field in the depletion region, this electron and hole will be separated, and there will be a potential which is generated over the ends of this PN junction. And if you are connecting an external load, then we will be getting a current. So this will be the IV characteristics of a PN junction under illumination. And what is the formula for calculating the current of PN junction under illumination?
Then we have discussed this graph. What is the short circuit current, open circuit voltage? What is the maximum power which we will be getting? And what is actually the ratio of this maximum power, and what is the value we are getting after multiplying the short circuit current and open circuit voltage, which will be known as fill factor. And how can we calculate the efficiency of the solar cell, which is very important. And we have discussed short circuit current, what is open circuit voltage, fill factor in detail. Then efficiency എന്തുകൊണ്ട് കുറയുന്നു നമ്മളുടെ solar cell because of some recombination. There are three main types of recombination: radiative recombination, defect induced recombination, OJ recombination. And അതൊക്കെ എങ്ങനെയാണ് ഓരോ ഈ മേജർ recombinations എന്താണെന്ന് നമ്മൾ discussed in detail. And another type of loss which we can encounter is the reflective loss. അത് എന്താണ് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് വെച്ചിട്ടും അതേപോലെ ടെക്സ്ചറൈസിങ് സർഫേസ് ടെക്സ്ചറൈസ് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്തരം ലോസ് ഒരു പി എൻ ജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിലിക്കൺ സെല്ലിൽ ഉണ്ടാകുന്ന ലോസസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഞാൻ പി എൻ ജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെല്ലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി ബേസിക് സ്ട്രക്ചർ എന്താണ്, അതെങ്ങനെയാണ് വർക്കിംഗ് പ്രിൻസിപ്പൽ എന്താണ്, അതേപോലെ എങ്ങനെ അതിൻ്റെ എഫിഷ്യൻസി, ആ ഒരു മെക്കാനിസത്തിൻ്റെ എഫിഷ്യൻസി കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ 2 ക്ലാസ്സിൽ ഇത്രയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓർഗാനിക്, അതായത് ഇവിടെ പി എൻ ജംഗ്ഷൻ ആണ് ഫങ്ഷണൽ യൂണിറ്റ് ആയി വന്നത് എന്നുണ്ടെങ്കിൽ, വെൻ ഇറ്റ് കംസ് ടു ഓർഗാനിക് സോലാർ സെല്ല്, അവിടെ ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കുള്ളൂ ഈ ഒരു ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കുന്നത്. അതിലൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കമ്പയർഡ് ടു പി എൻ ജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെല്ല് കമ്പയർ ചെയ്തിട്ട്. അവിടെ കുറച്ചും കൂടി എലമെന്റ്സ് ആഡ് ചെയ്താലാണ് ഈ അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോൺസിനെ എന്താണ് നമുക്ക് കറണ്ട് ഫ്ലോ ആയിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അത് അടുത്ത 2 ക്ലാസ്സിൽ ഞാൻ ഓർഗാനിക് മോളിക്യൂൾ ബേസ്ഡ് സോളാർ സെല്ലും അതേപോലെ ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെല്ല്, പിന്നെ ഒരു ബൾക്ക് ജംഗ്ഷൻ സോളാർ സെൽ, അതും ഞാൻ ഡിസ്കസ് ചെയ്യും. അത് 2 ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ഓക്കെ. Okay.